ഇത് ഞങ്ങളുടെ പുതിയ കാർ MG വിൻസർ. ഇത് വൈഫ് ഓടിക്കുന്ന MG കോമന്റ്. ഇത് ഞങ്ങളുടെ സ്കൂട്ടർ ഓല S1 എയർ. ഈ 3 വാഹനങ്ങളും ഇനി ₹1 പോലും ചെലവില്ലാതെ ഞങ്ങൾക്ക് ഓടിക്കാൻ സാധിക്കും. എങ്ങനെയെന്നല്ലേ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. അതായത് നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്ത സോളാർ പ്ലാന്റ്. 5 കിലോ വാട്ടിൻ്റെ സോളാർ പ്ലാന്റ് ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തത്. ഈ 3 വാഹനങ്ങളും നമുക്കിപ്പോൾ 0 കോസ്റ്റിൽ ഓടാൻ സാധിക്കുന്നത്. മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള AC, അതുപോലെ എല്ലാ ലൈറ്റുകളും ഫാനും എല്ലാം പ്രവർത്തിപ്പിച്ചാലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒട്ടും കറണ്ട് ബില്ല് വരത്തില്ല. അതായത് 0 കറണ്ട് ബില്ലാണ് എല്ലാ മാസവും വരുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലെ എനിക്കും ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇത് സെറ്റപ്പ് ചെയ്യുന്നത്, ഇതിന് എത്ര രൂപ വരും, ഗവൺമെൻറ് എത്ര രൂപ അതിനകത്ത് സബ്സിഡി നമുക്ക് തരും, അതുപോലെ ഒരു വീട്ടിലേക്ക് എത്ര കിലോ വാട്ടിൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ സ്ഥാപിക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾക്കുള്ള ഒരുപാട് ഡൗട്ടുകൾ സത്യം പറഞ്ഞാൽ എനിക്കുണ്ടായിരുന്നു. സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ, വീട്ടിൽ സ്ഥാപിക്കുന്നതിന് നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ തരം ഡൗട്ടുകളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യും. അപ്പോൾ ഇത് സെയിം ടെക് എസ്റ്റാബ്ലിഷ്മെന്റിലെ തുളസീരൻ സാറാണ് നമുക്ക് 5 കിലോ വാട്ടിൻ്റെ ഈ ഒരു പ്ലാന്റ് ഇവിടെ സെറ്റപ്പ് ചെയ്ത് തന്നത്. ആദ്യമേ ഒരു ബിഗ് താങ്ക്സ്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഒരു തലവേദന ഇല്ലാതെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നതിന്. സാറേ, ഈ സോളാർ പ്ലാന്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. സാറ് നമ്മുടെ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് നിരവധി പേര് ഇവിടെ വരികയും ചെയ്തിരുന്നു. ഈ സോളാർ പ്ലാന്റ് വെക്കുന്ന കാര്യങ്ങളുമായിട്ട് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് പേര് വന്നു. പക്ഷേ സാറുമായിട്ട് സംസാരിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് കൺവിൻസ്ഡ് ആയതും എൻ്റെ കുറേ സംശയങ്ങൾ, ഇതിനകത്ത് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു, അത് ക്ലിയർ ആവുകയും അതുകൊണ്ടാണ് സാറിനെ കൊണ്ട് ഞാൻ അത് ചെയ്യിക്കുകയും ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്കും ഈ സോളാർ പ്ലാന്റ് ചെയ്യാൻ പലർക്കും താല്പര്യമുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് പലരും മടിച്ചു നിൽക്കുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ നമ്മൾ സോളാർ പ്ലാന്റ് വെക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് നിരവധി പേർ അവരുടെ ഡൗട്ടുകൾ ഇതുപോലെ ചോദ്യമായിട്ട് തരികയും ചെയ്തിരുന്നു. അപ്പോൾ ആ ചോദ്യങ്ങളും എനിക്കുണ്ടായിരുന്ന ചോദ്യങ്ങളും എല്ലാം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം, ആരാണ് സോളാർ പ്ലാന്റ് വെക്കേണ്ടത്? ₹3000 ബില്ല് വരുന്ന ഒരാൾക്ക് മാത്രമേ ഒരു പ്ലാന്റിനെ പറ്റി ആലോചിച്ചാൽ മതി. അത് വെച്ചിട്ട് ലാഭകരമാവും, ഇല്ലെങ്കിൽ അത് നഷ്ടമാണ്. കാര്യം നമുക്ക് ഉള്ള ബില്ലിൻ്റെയും നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ചിലവാക്കുന്ന തുകയുടെ ഇൻട്രസ്റ്റും വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു 3000 ബില്ല് വരുന്ന ആൾക്ക് മാത്രമേ അത് വൈബിൾ ആവുന്നുള്ളൂ. അതായത് ഈ ₹3000 ബില്ല് എന്ന് പറയുന്നത് 2 മാസം കൂടുമ്പോൾ ₹3000 ബില്ല് വരും. അതായത് പ്രതിമാസ കണക്ക് നോക്കി കഴിഞ്ഞാൽ ₹1500 മാസം 2000 വൈദ്യുതി ചെലവാകുന്നവർക്ക് മാത്രമേ സോളാർ വൈബിൾ ആവും അല്ലേ? ഓക്കെ, ഒരാൾ ഈ പറഞ്ഞ പോലെ ₹1500 പ്രതിമാസം അതിൽ കൂടുതൽ ബില്ല് വരുന്നുണ്ട്, അയാൾ സോളാർ വെക്കാൻ തീരുമാനിച്ചു. സോളാർ എത്ര ടൈപ്പ് ഉണ്ട്? സോളാർ ഇപ്പം മാർക്കറ്റിൽ നമുക്ക് വെക്കാൻ പറ്റുന്നത് ഓഫ് ഗ്രിഡ്, ഓൺ ഗ്രിഡ്, ഹൈബ്രിഡ്. ഈ 3 സിസ്റ്റങ്ങളാണ് നമുക്കിപ്പം മാർക്കറ്റിലായിട്ട് സുലഭമായിട്ട് ലഭിക്കുന്നത്. ഓക്കെ, അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം എല്ലാവരും ചെയ്യുന്നത് ഓൺ ഗ്രിഡാണ്. ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ അതിന് ബാറ്ററി ബാക്കപ്പോ ഒരു കാര്യങ്ങളും ഇല്ല. നമ്മൾ ഈ പ്രൊഡക്ഷൻ ചെയ്യുന്ന ടൈമിൽ നമ്മളെ വീട്ടിലാണ് ആദ്യത്തെ ഉപയോഗം നടക്കുന്നത്. അതിലെടുത്തതിന് ശേഷമുള്ളതാണ് പുറത്തു പോകുന്നത്. അതായത് വീട്ടിൽ ഉപയോഗം കഴിഞ്ഞ് ബാക്കി വരുന്നത് KSEBക്ക് പോകും. ആ KSEBിലോട്ട് പോകുന്നത് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് 3 കിലോ വാട്ട് വെച്ചു, നമുക്കൊരു ദിവസം ഒരു 15 യൂണിറ്റ് 16 യൂണിറ്റ് പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് നല്ല കാലാവസ്ഥ. ഇതിൽ നമ്മളെ ഡേ ടൈമിൽ നമുക്ക് സാധാരണഗതിയിൽ ഉപയോഗം കുറവാണ്. അപ്പം ചെറിയ ആൾക്കാർ കുറവായിരിക്കാം, അല്ലെങ്കിൽ ഉപയോഗം കുറവായിരിക്കാം. രാത്രിയിലാണ് നമുക്ക് കൂടുതൽ ഉപയോഗം വരുന്നത്. അപ്പം നമ്മൾ ഡേയിൽ ഉപയോഗിക്കുന്ന 1-2 യൂണിറ്റ് കഴിച്ചിട്ടുള്ള ബാക്കിയെല്ലാം എക്സ്പോർട്ടായി പോകുന്നുണ്ട് 6 മണിക്ക് മുമ്പ്. ഇപ്പം വൈകുന്നേരം ആകുമ്പോൾ നമുക്കത് തിരിച്ചെടുക്കാം. വൈകിട്ട്, അതായത് പകല് നമ്മൾ സോളാറിൽ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ അന്ന് പകലത്തെ ഉപയോഗം കഴിഞ്ഞ് അധികം വരുന്നത് KSEBിലേക്ക് പോകുന്നുണ്ട് അല്ലേ? ഓക്കെ, അതാണ് ഓൺ ഗ്രിഡ്. അതായത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ഓൺലൈൻ വഴി KSEBിലേക്ക് കൊടുക്കുന്നത് ഓൺ ഗ്രിഡ് എന്ന് നമുക്ക് പറയാം. ഓഫ് ഗ്രിഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സോളാർ പ്ലാന്റ് വെക്കുന്നു, നമ്മളത് ബാറ്ററിയിലോട്ട് സേവ് ചെയ്യും. നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തന്നെ സ്റ്റോർ ചെയ്യും. KSEBിക്ക് കൊടുക്കുന്നില്ല. KSEBിയായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. നമ്മളൊരു ഇൻവെർട്ടർ, ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ വെക്കുന്നത്, അതായത് നമ്മളെ വീടുകളിലൊക്കെ വെക്കുന്ന ഇൻവെർട്ടർ സിസ്റ്റം പോലാണ് അത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് അത് കുറച്ചുകൂടെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട്, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അത് ബാറ്ററിയിൽ സേവ് ചെയ്യുന്നു, അത് യൂസ് ചെയ്യും, അത്ര മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് മൊത്തം നമ്മുടെ വീട്ടിൽ തന്നെ ബാറ്ററി സേവ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളത് എടുക്കുന്നു, അതിൽ നിന്ന് എടുക്കുന്നു. KSEB ആയിട്ട് ഓഫ് ഗ്രിഡിന്റെ ബന്ധം വരുന്നില്ല ഈ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ടുമായിട്ട്. അടുത്തത് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററി ബാക്കപ്പ് വരും, ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം കൂടെ ചേർന്നതാണ് ഹൈബ്രിഡ് സിസ്റ്റം. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഓഫ് ഗ്രിഡും ഓൺ ഗ്രിഡും കൂടെ ചേരുന്ന ടൈപ്പ് സിസ്റ്റമാണ് ഹൈബ്രിഡ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ അല്ലേ? ഇനി അടുത്തൊരു സംശയം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ പോലെ 3 കിലോ വാട്ടിന്റെ സോളാർ പ്ലാന്റ് ഉണ്ട്, 5 കിലോ വാട്ട്, 10, 20 ഇങ്ങനെ പോകുന്നു. ഒരാള് എത്ര കിലോ വാട്ടിന്റെ സോളാർ പ്ലാന്റ് ആണ് വീട്ടിൽ സ്ഥാപിക്കേണ്ടതെന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അദ്ദേഹത്തിന്റെ വീട്ടിലെ ബില്ല് ഒരു 6 മാസത്തെ ബില്ല്, നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് എടുക്കുക, ചൂടത്തും ഓൺ ആൻ ആവറേജ് നമുക്കൊരു 5000-6000 രൂപയ്ക്ക് അകത്തൊരു ബില്ല് വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു 3 കിലോ വാട്ട് പ്ലാന്റ് മസ്റ്റ് ആയിട്ട് വെക്കാം. പ്രതിമാസമാണ് ഈ 5000-6000? അല്ലല്ല, 2 മാസം കൂടുമ്പോൾ 5000-6000 രൂപയാണ് ബില്ല് വരുന്നെങ്കിൽ ഒരു 3 കിലോ വാട്ട് സിസ്റ്റം ഇപ്പം വെച്ച് കഴിഞ്ഞാൽ
അവർക്ക് അഡീഷണൽ ആയിട്ട് ബില്ലൊന്നും വരാൻ സാധ്യതയില്ല. നമ്മൾ സാധാരണ ഇപ്പോഴൊക്കെ നമ്മുടെ വീടുകളിൽ കറണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ പോലെ വൈദ്യുതി ബില്ലിനെ പേടിച്ചും അല്ലേ. കേരളത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി കൃത്യമായിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് എടുക്കാത്തത് കൊണ്ട് തന്നെയും എല്ലാവരും വളരെ പിശിക്കുകയാണ് കൂടുതൽ പേരും വൈദ്യുതി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള സോളാർ പ്ലാന്റ് ഒക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിമാസം ഉപയോഗിക്കുന്ന യൂണിറ്റിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടി മുൻകൂട്ടി വേണം നമ്മൾ ഈ പറയുന്ന എത്ര കിലോ വാട്ടിൻ്റെ പ്ലാന്റ് സ്ഥാപിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഒരു നല്ല കാലാവസ്ഥയിലാണെങ്കിൽ ഒരു 360 തൊട്ട് 500 യൂണിറ്റ് വരെ കിട്ടുന്ന സ്ഥലങ്ങൾ ഇപ്പം നമ്മൾ വെച്ചെടുത്തുകൊണ്ട് 3 കിലോ വാട്ടിൽ എല്ലായിടത്തും ഒരേപോലെ കിട്ടത്തില്ല. അത് ഡിപ്പെൻഡ് അവരുടെ ഇൻസുലേഷൻ ചെയ്തിരിക്കുന്ന ഓപ്പൺ പ്ലേസ് അത് ഇതെല്ലാം അതിന് ബാധകമാണ്. ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എല്ലാം അതിനൊരു ഘടകമാണ് ഈ പ്രൊഡക്ഷൻ്റെ സൈഡിൽ. ഈ സോളാറിൻ്റെ കണക്കനുസരിച്ചിട്ട് 1 കിലോ വാട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 4 യൂണിറ്റ് ആവറേജ് ഉൽപ്പാദിപ്പിക്കും എന്നതാണ് കണക്ക്. അതായത് ഇപ്പോൾ ഇവിടെ 5 കിലോ വാട്ടിൻ്റെ സെറ്റപ്പ് ചെയ്തുകൊണ്ട് തന്നെയും 5x4 20 കിലോ വാട്ട് 20 യൂണിറ്റ് ആയിരിക്കും ഒരു ദിവസത്തെ സാധാരണഗതിയിലുള്ള പ്രൊഡക്ഷൻ, ആവറേജ് പ്രൊഡക്ഷൻ. അപ്പോൾ 5 കിലോ വാട്ടിന് 20 യൂണിറ്റ് എങ്കിൽ 3 കിലോ വാട്ടിന് 3x4, 1 കിലോ വാട്ടിന് 4 യൂണിറ്റ് ആണ്, 3 കിലോ വാട്ടിന് 3x4 അല്ലേ 12 യൂണിറ്റ് ആയിരിക്കും 3 കിലോ വാട്ട് നമ്മൾ പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഓൺ ആൻ ആവറേജ് ഒരു ദിവസത്തെ ഉൽപ്പാദനം. അപ്പോൾ ഇവിടെ 5 കിലോ വാട്ട് ആകുമ്പോൾ 20 യൂണിറ്റ് പെർ ഡേ. അപ്പോൾ മാസം നമുക്ക് 600 യൂണിറ്റ് പ്രൊഡക്ഷൻ ആവറേജ് പ്രതീക്ഷിക്കാം. 6000 രൂപ ബില്ല് വരുന്ന ഒരാൾക്ക് 3 വെച്ചാൽ മതി, 3 കിലോ വാട്ട് വെച്ചാൽ. അതിന് മേലോട്ട് ബില്ല് വരുന്നവർക്ക് 5 കിലോ വാട്ട്. നമ്മുടെ വീട്ടിൽ എത്ര യൂണിറ്റ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് വേണം 3 കിലോ വാട്ട് വേണോ 5 കിലോ വാട്ട് എത്ര ഉപയോഗിക്കുന്നു, നമ്മൾ എത്ര ഉപയോഗിക്കുന്നു, എത്ര യൂണിറ്റ് ബില്ലിനകത്ത് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. നമ്മൾ ആവറേജ് കിട്ടും, ആവറേജ് എത്ര യൂണിറ്റ് ഉപയോഗിക്കുന്നുണ്ട് എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ഇവിടെ ഈ ഒരു വീട്ടിൽ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചിട്ട് ഏകദേശം 1 മാസം സമയമായി, 1 മാസം കഴിഞ്ഞു. അപ്പോൾ ഈ 1 മാസക്കാലം നമുക്കിതിന്റെ ആപ്പ് കമ്പാനിയൻ ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെ ഓരോ ദിവസം പ്രൊഡക്ഷനൊക്കെ കാണാൻ പറ്റി. അപ്പോൾ ഈ 1 മാസം ഞാൻ നോക്കിയപ്പോൾ നമ്മളിവിടെ 5 കിലോ വാട്ട് യൂണിറ്റ് ആണ് സ്ഥാപിച്ചത്. അപ്പോൾ ഈ 5 കിലോ വാട്ടിൽ നമുക്ക് ഒരു ദിവസം മാക്സിമം പോയത് ഏതാണ്ട് 26.5 യൂണിറ്റ് ആണ്. അതായത് ഈ പറഞ്ഞ 5x4 20 എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് 26.5 യൂണിറ്റ് വരെ ഫുൾ വെയിൽ എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പം ഒന്ന് മേഘമൊക്കെ ക്ലൗഡ് വരുന്ന സമയം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ദിവസം 26. ഇപ്പോൾ ഈ ഡിസംബർ മാസമാണ്, തണുപ്പാണ് അല്ലേ, ഭയങ്കര ശക്തമായ വെയിൽ അടിക്കാത്തൊരു സമയമാണ്. എന്നിട്ടും 26.5 യൂണിറ്റ് നമുക്ക് ഏറ്റവും മാക്സിമം പ്രൊഡക്ഷൻ കഴിഞ്ഞ മാസങ്ങൾ വന്നു ഒരു ദിവസം. ഓറഞ്ച് അലർട്ട്, കൊല്ലം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്ന സമയത്ത്, അതായത് ഫുൾ ക്ലൗഡി ആയിട്ട് കിടന്ന് വെയിൽ അധികം കാണാത്ത മഴ പെയ്തുകൊണ്ടിരുന്ന ദിവസങ്ങളിൽ പോലും ഞാൻ അതിൻ്റെ ഗ്രാഫ് ഇപ്പോൾ ഇവിടെ കാണിക്കാം, മിനിമം 6.5 യൂണിറ്റ് വരെയൊക്കെ നമുക്ക് ഉൽപ്പാദനം നടന്നു. ഇതാണ് ഒരു 5 കിലോ വാട്ടിൽ നിന്ന് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാനിത് പറഞ്ഞത്. ഇപ്പോൾ നമ്മളൊരു 3 കിലോ വാട്ടിൻ്റെ പ്ലാന്റ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നിരിക്കട്ടെ, അതിന് എന്ത് ചിലവാകും, ഇതിനകത്ത് ഗവൺമെൻറ് നമ്മളെ എന്തെങ്കിലും സഹായിക്കൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ. 3 കിലോ വാട്ടിന് എത്ര എമൗണ്ട് ചിലവും കാര്യങ്ങൾ? ഒരു ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ 2,25,000 മുതൽ മുകളിലോട്ട് അതിൻ്റെ കോസ്റ്റ് വരും. കസ്റ്റമറിൻ്റെ പോക്കറ്റിൽ നിന്ന് ആദ്യം ചിലവാകും 2.5 ലക്ഷം. അതെ. എന്നിട്ട് അതിൽ 78,000 രൂപ ഗവൺമെന്റ് നമുക്ക് സബ്സിഡി ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു മാസത്തിനകത്ത് വെച്ച് ലഭ്യമാവുന്നു. അപ്പോൾ കോസ്റ്റ് അവർക്ക് ഈ 78,000 കുറച്ച് അത്രയും പൈസയാണ് അവർക്ക് ആക്ച്വൽ അവർക്ക് ചിലവാകുന്ന തുക. നമ്മളൊരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് 78,000 രൂപയുടെ സബ്സിഡി ഇങ്ങോട്ട് പൈസ തരും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള ഇനിഷ്യൽ തുക നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ മുടക്കിയാലും ഏകദേശം ഒരു 2 ആഴ്ച കാലത്തിനുള്ളിൽ തന്നെ നമുക്ക്, അതായത് എല്ലാം സെറ്റപ്പ് ചെയ്ത് 2 ആഴ്ച കാലത്തിനുള്ളിൽ തന്നെ 78,000 രൂപ കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. നമ്മുടെ പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം ക്ലിയർ ആയ സബ്സിഡി. എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ നവംബർ 16 തീയതിയാണ് സോളാർ ഇവിടെ പ്ലാന്റ് സെറ്റ് ചെയ്ത് അത് കമ്മീഷനിങ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പറഞ്ഞ 78,000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി. അത് പലർക്കും പല രീതിയിലായിരിക്കും. കുറച്ച് ചിലർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദിവസം അല്ലേ താമസമൊക്കെ നേരത്തെ വരാം അല്ലേ. 5 കിലോ വാട്ട് ആണെങ്കിൽ എന്ത് ചിലവ് വരും? 5 കിലോ വാട്ട് ആണെങ്കിൽ 3.4 ലക്ഷം രൂപ ചിലവ്. 78,000 സബ്സിഡി ആയിട്ട് കുറയും. 78,000 ഉള്ളൂ സബ്സിഡി. അതെ, ഗവൺമെന്റ് നിജപ്പെടുത്തിയിട്ടുണ്ട്. 3 കിലോ വാട്ട് വരെ. എത്ര കിലോ വാട്ടിനും സബ്സിഡി 78,000 ആണോ? അങ്ങനെ 1 കിലോ വാട്ട് വെച്ചാൽ 30, 2 കിലോ വാട്ട് വെച്ചാൽ 60, 3 കിലോ വാട്ട് വെച്ചാൽ 78,000. 78,000 മേളിൽ സബ്സിഡി ഇല്ല. അതായത് 5 കിലോ വാട്ട്, 10 കിലോ വാട്ട്, 20 കിലോ വാട്ട് എല്ലാം 78,000. മാക്സിമം കിട്ടാവുന്ന സബ്സിഡി 78,000. 3 കിലോ വാട്ട് മുതലാണ് 78,000. അതെ. ഓക്കെ. ഒരു 3 കിലോ വാട്ടിന്റെ ഒരു പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് നമ്മൾ എത്ര പാനൽ കാര്യങ്ങളാണ് സെറ്റപ്പ് ചെയ്യേണ്ടത്? 3 കിലോ വാട്ടിന്റെ ഇപ്പം 500 വാട്ടിന്റെ ഒരു പാനൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 6 പാനൽ വേണ്ടി. അതായത് ഒരു പാനലിന്റെ ഔട്ട്പുട്ട് ആണ് 500 പറയുന്നത്. അതെ. അപ്പം മാർക്കറ്റിൽ ഇതിപ്പോൾ 500 മേലോട്ടുള്ള പാനലുകളാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പം 3200, 3300 ആ റേഞ്ചിലൊക്കെ 6 പാനൽ വെക്കുമ്പോൾ വരും. അപ്പം 3 കിലോ വാട്ടിന്റെ ഒരു ഇൻവെർട്ടറും വെക്കണം. ഇനി പാനൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴേ പാനലിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താ? ഇപ്പോൾ ഈ ബൈഫേഷ്യൽ പാനൽ പുതുതായിട്ട് കേട്ടു തുടങ്ങിയ ഒരു സാധനമാണ്. പാനലിനെ പറ്റി സെലക്ട് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള നല്ല ക്വാളിറ്റി ആയിരിക്കണം. പിന്നെ നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളിൽ നിന്നായിരിക്കണം. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ മുമ്പൊക്കെ വെച്ച് നോക്കിയ സിസ്റ്റങ്ങൾ അതിൽ നല്ല പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ ഓരോ പ്ലാന്റ് അല്ലല്ലോ ചെയ്യുന്നത്, ഒരുപാട് പ്ലാന്റുകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് വേറെ പാനലുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഏകദേശം നമ്മൾ കമ്പയർ ചെയ്യും ഈ
പ്രൊഡക്ഷൻ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മളെ ഒരു എക്സ്പീരിയൻസിൽ ഒരു 3-4 ബ്രാൻഡുകൾ ഇപ്പം നമുക്ക് നല്ല ബ്രാൻഡുകൾ നല്ല പ്രൊഡക്ഷൻ തരുന്നുണ്ട്. അതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് കൂടുതലും. അതിലൊന്ന് അദാനിയുണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ അദാനിയാണ് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നത്. പിന്നെ റൈസൺ ചെയ്യുന്നുണ്ട്, ആങ്കർ ചെയ്യുന്നുണ്ട്, പിന്നെ റിനോസിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് എക്സെട്രാക്സ് അങ്ങനെ കുറെ ബ്രാൻഡുകൾ നമ്മൾ ചെയ്യുന്നു. ബൈഫേഷ്യൽ എന്ന് പറഞ്ഞാൽ മുമ്പെന്ന് പറഞ്ഞാൽ ഒരു പാനലിന് ഒരു സൈഡിൽ നിന്ന് മാത്രമേ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നു, സൺലൈറ്റ് കിട്ടുന്നത്. ഇപ്പൊ അത് കമ്പനികൾ പുതിയ ടെക്നോളജിയിൽ ഡെവലപ്പ് ചെയ്തിട്ട് അതിന്റെ ബാക്കിൽ നിന്നും ആ പാനലിനെ വിസിബിലിറ്റി കിട്ടാത്ത രീതിയിൽ പാനലിനെ ഗ്ലാസ് ആക്കി ഗ്ലാസ്സിൽ പ്ലേസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് ഈ സെല്ലുകളെല്ലാം. അപ്പോൾ അടിയിൽ നിന്നും പ്രൊഡക്ഷൻ കിട്ടും. തറയിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് താഴെ നിന്ന് പ്രൊഡക്ഷൻ. ഓരോ പാനലിന്റെയും പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. സിംഗിൾ ഫേസിനേക്കാളും ബൈഫേഷ്യൽ ആകുമ്പോൾ റിഫ്ലക്റ്റീവ് ലൈറ്റിന്റെ പ്രൊഡക്ഷൻ കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടും. ഇനി ഈ പാനലൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴേ വാറണ്ടി ഒക്കെ എങ്ങനെയാണ്? എത്ര വർഷം? കമ്പനി കണ്ടീഷൻസ് ഉണ്ട്, അവർക്കുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. 10 കൊല്ലം പ്രൊഡക്റ്റ് വാറണ്ടി അല്ലെങ്കിൽ 15 കൊല്ലം പ്രൊഡക്റ്റ് വാറണ്ടി. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാം പെർഫോമൻസ് വാറണ്ടിയാണ് അവർ തരുന്നത്. ഈ നാച്ചുറൽ ആയിട്ടുള്ള കലാമിറ്റീസ് ഒന്നും വാറണ്ടി തരുന്നില്ല. മാക്സിമം 25 വർഷമൊക്കെ മൊത്തത്തിൽ കിട്ടുന്നു. അങ്ങനെ സാധനം കേൾക്കുന്നത് അല്ലേ? ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ തന്നെ കണ്ടൊരു കാര്യമുണ്ട്. വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ഇതിനകത്ത് വലിയ നോഹൗ ഇല്ലാത്ത, ഞാനും കുറ്റപ്പെടുത്തുകയല്ല, ഉള്ള കാര്യമാണ് പറയുന്നത്, വലിയ നോഹൗ ഇല്ലാത്തവർ പോലും ഈ പറഞ്ഞ പോലെ സോളാർ ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഒരാളൊരു സോളാർ പ്ലാന്റ് വീട്ടിലേക്ക് വെക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ അത് ഏൽപ്പിക്കുന്ന ആൾ എങ്ങനെയുള്ളതായിരിക്കണം? അതായത് ഈ സോളാർ വർക്ക് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്ന ആൾ എങ്ങനെയുള്ള ആളായിരിക്കും? രജിസ്ട്രേഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഓക്കെ, ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു പ്ലാന്റ് വെക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, കൂടുതലും അവരുടെ സർക്കിളിൽ വരുന്ന ആൾക്കാരുമായിട്ടായിരിക്കും സംസാരിക്കുന്നത്. അപ്പം ചില ആൾക്കാർ പറയും എൻ്റെ വീട്ടിൽ വെച്ച ആൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെ റെക്കമെൻഡേഷനിലാണ് കൂടുതൽ കിട്ടുന്നത്. പക്ഷേ അതിലും ഉപരി ഒരു 3-4 പ്ലാന്റുകൾ സന്ദർശിക്കുക, അത് ഡിഫറെന്റ് ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്തു, അതിൽ അവരുടെ പ്രൊഡക്ഷൻ നോക്കുക, എന്തൊക്കെ മെറ്റീരിയൽ അവർ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അതൊന്ന് ശ്രദ്ധിക്കുക, എങ്ങനെയാണ് അവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് നോക്കുക, വർക്കിന്റെ ക്വാളിറ്റി, വർക്കിന്റെ മെറ്റീരിയൽ, ഇതൊന്നും അസൈൻ ചെയ്യാതെ അവർ പോയി അത് മനസ്സിലാക്കാതെ ഒരു കാരണവശാലും ഒരാളിനെ സെലക്ട് ചെയ്യുന്നത് മണ്ടത്തരമാണ്. ഇനി ഞാൻ ഒന്നുകൂടെ പറയാം, എല്ലാവരും ചെയ്യുന്നത് സാറ് തന്നെ എൻ്റെ ഒരിക്കൽ വന്ന് ചോദിക്കും, ആദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ സാറ് പറയും നിങ്ങൾ ഏത് കമ്പനിയുടെ പാനലാണ് വെക്കുന്നത്? ഞാൻ ഇന്ന കമ്പനിയുടെ പാനലാണ് വെക്കുന്നത്. ഇൻവെർട്ടർ, എനിക്ക് ഇന്ന ഇൻവെർട്ടർ വേണം, ഞാൻ തരാം. ഇത് രണ്ട് കസ്റ്റമർ ആദ്യമേ അവർ പറയുന്നുള്ളൂ. ബാക്കി ഓരോ കാര്യങ്ങളും അവർക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ അവർ ചോദിക്കത്തില്ല, മനസ്സിലാക്കാൻ ശ്രമിക്കത്തുമില്ല. അവർ ശ്രമിക്കേണ്ട കാര്യങ്ങൾ ഇനിയുള്ളതാണ്. കാര്യം എല്ലാവർക്കും അവൈലബിലിറ്റി ഉണ്ട്. ഈ പറഞ്ഞ ഈ ബ്രാൻഡുകൾ ആർക്ക് വേണമെങ്കിലും മേടിച്ച് സോളാർ പ്ലാന്റ് കിട്ടും. അപ്പം അതുകൊണ്ട് അവർക്ക് ആ ഒരു പാനലിന്റെ കാര്യത്തിൽ അവർ പോകണ്ട. അവർ അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്. ഞങ്ങളുടെ വീട്ടിന് പറ്റുമോ ഇല്ലയോ, അവിടെ മരങ്ങൾ നിൽപ്പുണ്ട്, ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ നമുക്കിവിടെ വെയിൽ കിട്ടുന്നുള്ളൂ, ഇത്ര പ്രൊഡക്ഷൻ ഉണ്ടാവും. ഇതൊന്നും ചില ആൾക്കാരൊന്നും പറയത്തില്ല. ഒരു വർക്ക് കിട്ടും, അവരങ്ങ് ചെയ്തു പോകും, അതിന്റെ പ്രോഫിറ്റ് കിട്ടും. പിന്നാണ് ഇതിന്റെ പ്രൊഡക്ഷൻ ഇത്ര കിട്ടുന്നുള്ളതെന്ന് കസ്റ്റമർ മനസ്സിലാക്കുന്നത്. അത് തുടക്കത്തിൽ അത് പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്, കൊടുക്കാത്തവരുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു, ഇതിനെന്തെങ്കിലും ലൈസൻസ്ഡ് ആളെ തന്നെ ഉണ്ട്. ലൈസൻസ്ഡ് ഇപ്പം ലൈസൻസ് ഒരുപാട് ഉള്ള 700-ഓളം പേര് ലൈസൻസ് ഉള്ള കേരളത്തിൽ MNRE രജിസ്ട്രേഷനുള്ള വെണ്ടേഴ്സ്, അങ്ങനെയുള്ളവരെ തന്നെ വിളിക്കണമെന്ന് നിർബന്ധം. അങ്ങനെയുള്ളവർ ചെയ്തെങ്കിൽ മാത്രമേ ഈ സബ്സിഡിയും കാര്യങ്ങളും ഈ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആകും. ഓക്കെ, അപ്പോൾ ഈ സാധാരണക്കാർ ചെയ്യുന്നത് ഏതെങ്കിലും MNRE രജിസ്ട്രേഷന്റെ ഉള്ളവരുടെ പേരിലായിരിക്കും ചെയ്യുന്നത്. കുറെ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. എന്തായാലും ഈ പറഞ്ഞ ആ ഒരു സെലക്ഷൻ പ്രോസസ് കറക്റ്റ് ആവണം എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടെ, ഇതിനകത്ത് A to Z കാര്യങ്ങൾ ക്വാളിറ്റി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് നല്ല സാധനം, ഏറ്റവും വലിയ ടോപ്പ് കമ്പനിയുടെ പാനൽ മേടിച്ചിട്ട് വെക്കുകയോ ഇൻവെർട്ടർ വെക്കുകയോ ചെയ്തെന്ന് വിചാരിച്ചിട്ട് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. അതിൻ്റെതായ ലോസ് ബാക്കിയുള്ള കാര്യങ്ങളിലുണ്ടാവും. അത് കസ്റ്റമർ അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് കൂടുതൽ വിവരങ്ങൾ നല്ലൊരു സപ്ലയറെ കണ്ടിട്ട്, നല്ലൊരു ഇൻസ്റ്റാളറെ കണ്ടിട്ട്, അല്ലെങ്കിൽ നല്ലൊരു കമ്പനിയെ കണ്ടിട്ട് അത് മനസ്സിലാക്കിയതിനു ശേഷം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇനി നമ്മുടെ ഈ കാഴ്ചക്കാരിൽ ഒരുപാട് പേർക്ക് പല സംശയങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്, അത് പെട്ടെന്ന് നമുക്കൊന്ന് കവർ ചെയ്തപ്പോൾ ഒരു സോളാർ പാനൽ സെറ്റ് ചെയ്യാൻ വീട്ടിൽ എന്തുമാത്രം സ്പേസ് അതിന് വേണ്ടി മാറ്റി വയ്ക്കും? ഒരു 3 കിലോവാട്ട് സോളാർ പാനൽ വെക്കണമെങ്കിൽ, അതായത് ഏകദേശം 6 പാനൽ എൻ്റെ സർവീസ് ഏരിയ എല്ലാം കൂടെ വെച്ചിട്ട് ഒരു 300 സ്ക്വയർ ഫീറ്റ് വേണ്ടി വരും. 300 സ്ക്വയർ ഫീറ്റ്. ഒരു പാനലിന്റെ സൈസ് നമ്മൾ ഒരു ഡിപ്പെൻഡ്, പാനലിന്റെ പല സൈസ് വാട്ട്സ് അനുസരിച്ച് കുറച്ച് സൈസിന് വ്യത്യാസം വരും. നമ്മൾ അങ്ങനെ നോക്കേണ്ട ഒരു 300 സ്ക്വയർ ഫീറ്റ് മിനിമം വേണം. എത്ര സോളാർ പാനൽ വേണം ഫിക്സ് ചെയ്യാൻ? അത് നമ്മൾ പറഞ്ഞു അല്ലേ? ഒരു ഈ പറഞ്ഞ പോലെ ഒരു 3 കിലോ വാട്ട് ആണെങ്കിൽ അറൗണ്ട് ഒരു 6 പാനൽ, 10 പാനൽ അങ്ങനെ പോകും. 6 പാനൽ 3 കിലോ വാട്ടിനും 10 പാനൽ 5 കിലോ വാട്ടിന് 10 പാനൽ അറൗണ്ട് അല്ലേ? അടുത്ത എന്തെങ്കിലും ഇതിന് സേഫ്റ്റി മെഷേഴ്സ് എടുക്കേണ്ടതുണ്ടോ? സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇതിന് ഗൈഡ് ലൈൻസ് ഉണ്ട് ഓൾറെഡി. MNREക്ക് ഉണ്ട്, KSEBക്ക് ഉണ്ട്. അതിൻ്റെതായ ആ ഒരു ഗൈഡ് ലൈൻസിലാണ് ഇതെല്ലാവരും വർക്ക് ചെയ്യേണ്ടത്. സ്പെയർ പാർട്സ് ആൻഡ് റീപ്ലേസ്മെന്റ്, അത് കമ്പോണൻസിന്റെ, അത് ഈസിലി അവൈലബിൾ ആണോ? അത് ഡിപ്പെൻഡ്. നമ്മൾ ഏത് കമ്പനിയുടെ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ സപ്ലയറുമായിട്ട് സംസാരിക്കണം. ഇതിന് സൈറ്റ് വാറണ്ടി ഉണ്ടോ, ഇതിന് സർവീസ് വാറണ്ടി തരുന്നുണ്ടോ, ഇത് എത്ര കൊല്ലം ഉണ്ട്, ഈ പറയുന്ന ബ്രാൻഡ് മുമ്പ് ഇവിടെ
എത്ര കൊല്ലമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവരുടെ എക്സ്പീരിയൻസ് കൂടെ നോക്കിയിട്ടാണ് അത് പറയാൻ പറ്റും. ഹൗ ടു ഷട്ട് ഡൗൺ ഇൻ കേസ് ഓഫ് എമർജൻസി? സോളാർ പ്ലാന്റ് അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ഷട്ട് ഡൗൺ ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യണമെങ്കിൽ അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്, ഓൾറെഡി അതിനകത്തുള്ള ഐസൊലേറ്റർ വെച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെ ചെയ്യേണ്ടി വരുമോ ഒരു എമർജൻസിയിൽ? MCB ഓൾറെഡി ഇതിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ മഴ ഇടിയൊക്കെ വെട്ടുമ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് ആവശ്യമൊന്നുമില്ല, അങ്ങനെ അനുസരിച്ച് ചെയ്യാറില്ല. ഇല്ല. ഓക്കെ. ഹൗ അബൌട്ട് ദ എനർജി ജനറേഷൻ സണ്ണി ഡേ, ക്ലൗഡി ഡേ, റെയിനി ഡേ, റിയൽ ടൈം വാല്യൂസ് പ്ലീസ്? അത് നമ്മൾ ആൾറെഡി ഞാൻ പറഞ്ഞതാണ്. ഇപ്പോഴത്തെ ഈ നവംബർ ഡിസംബർ ഈ തണുപ്പ് സമയങ്ങളിൽ, അതായത് സൂര്യൻ കറക്റ്റ് സെൻറ്ററിലൂടെ നമ്മുടെ ഉച്ചയിലൂടെ പോകാത്ത സമയത്ത്, ചരിഞ്ഞ് പോകുന്ന സമയത്ത് പോലും ഇപ്പോഴത്തെ സമയമാണ് പറഞ്ഞത്. എനിക്ക് 5 കിലോവാട്ടിൽ മാക്സിമം 26 യൂണിറ്റ്, മിനിമം ഓറഞ്ച് അലർട്ടിൽ 6.5 യൂണിറ്റ്. അത് ഈ പറഞ്ഞ പോലെ മാർച്ച് ഏപ്രിലിൽ നല്ല രീതിയിൽ കൂടും. അത് കഴിച്ച് നല്ല സണ്ണി ഡേ ആയിരിക്കും മാർച്ച് ഏപ്രിൽ സമയങ്ങളിൽ. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പിന്നെ മിനിമം കോസ്റ്റ്, എന്തൊക്കെ ഹോം എക്യുപ്മെൻറ്റ്സ് വർക്കാകും, നൈറ്റ് ഫുൾ കിട്ടുമോ, എയർ കണ്ടീഷണർ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമോ, വാറണ്ടി എങ്ങനെയാണ്, മെയിൻ്റനൻസ് കോസ്റ്റ് എങ്ങനെയാണ്, പ്ലീസ് ആഡ് ദീസ് പോയിന്റ്സ് ഇൻ യുവർ വീഡിയോ. അതായത് മിനിമം കോസ്റ്റ്, അത് നമ്മൾ പറഞ്ഞു 3 കിലോ വാട്ട് ചെയ്യുകയാണെങ്കിൽ എത്രയെന്ന് പറഞ്ഞു. 3 കിലോ വാട്ട് താഴെ ചെയ്യാൻ പറ്റുമോ? പറ്റും. 1 കിലോ വാട്ടൊക്കെ ചെയ്യാൻ പറ്റും. അതായത് ഇൻവെർട്ടർ എല്ലാം 3 കിലോ വാട്ടിനായാലും 1 കിലോ വാട്ടിനായാലും ഇൻവെർട്ടറിന്റെ കോസ്റ്റ് വലിയ വ്യത്യാസങ്ങൾ. ഇതിന്റെ വർക്ക് ചെയ്യുന്നതിനും കൊണ്ടുവരുന്നതിനും ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള കോസ്റ്റ് വളരെ സിമിലർ ആണ്. എല്ലാം ഇതിനു വേണ്ടി വർക്ക് ചെയ്യേണ്ടി വരും. 1 കിലോ വാട്ട് വെക്കുന്നതും 3 കിലോ വാട്ട് ഇൻസ്റ്റലേഷൻ ടീംസ്, യൂണിറ്റ്, ഇതിന്റെ വർക്ക്, വെൽഡിങ്, ഇതെല്ലാം മിനിമം ഒരു 3 കിലോ വാട്ട് വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് അല്ലേ? കസ്റ്റമറിന് എപ്പോഴും നല്ലത് 3 കിലോ വാട്ടാണ്. എല്ലാ ഹോം എക്യുപ്മെന്റ്സും വർക്ക് ആവുമോ? പിന്നെ സോളാറാണ് നമ്മൾ അങ്ങനല്ല ഇതിനെ പറയുന്നത്. നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു 3 കിലോ വാട്ട് ഒരു 400 യൂണിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ 400 യൂണിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എന്തും വർക്ക് ചെയ്യും. നിങ്ങളെ വീട്ടിൽ KSEB അലോക്കേഷൻ തന്നിരിക്കുന്ന എത്ര കിലോ വാട്ടാണ്, അതിന് നിങ്ങൾ എന്തൊക്കെ ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് അതങ്ങനെ തന്നെ വർക്ക് ചെയ്യും. അല്ല, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാനുള്ള ഒരു കാരണമുണ്ട്. അതായത് ഈ സോളാറിൽ നിന്നുള്ള കറണ്ട് അടിച്ചാൽ കറണ്ട് അടിക്കത്തില്ലെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ വരെ ഉണ്ട്. അതുകൊണ്ടായിരിക്കും പക്ഷേ പല തെറ്റിദ്ധാരണ, ചെറിയ പവർ ആണെന്നുള്ളൊരു ധാരണ മനസ്സിലുണ്ടാവും. ഇനി ഇതിനകത്ത് ചോദ്യങ്ങളിലേക്ക് ബാക്കി പോകുന്നതിന് മുമ്പ് നമ്മൾ വിട്ടുപോകാതിരിക്കാനുള്ള ഒരു പ്രധാന സാധനം കൂടിയുണ്ട്, വീലിംഗ്. അതായത് ഇപ്പം പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും. ഞാൻ എൻ്റെ പരിമിതമായ അറിവിലുള്ളത് പറയാം, സാറിന് ആഡ് ചെയ്യാൻ എന്തെങ്കിലും ഇൻപുട്ട് ചെയ്യാമെങ്കിൽ ഇൻപുട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരാൾക്ക് 2 വീടുണ്ടെങ്കിൽ ഈ 2 വീട്ടിലും സോളാർ പ്ലാന്റ് സെറ്റ് ചെയ്യണ്ട. ഏതെങ്കിലും ഒരു വീട്ടിൽ സെറ്റ് ചെയ്തിട്ട് ആ വീട്ടിലെ പ്രൊഡക്ഷൻ അധികമായിട്ട് കിട്ടുന്നത് രണ്ടാമത്തെ വീട്ടിലേക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇത് പറയുമ്പോൾ ചിലരുടെയെങ്കിലും മനസ്സിൽ ഈ ആദ്യത്തെ വീട്ടിൽ നിന്ന് സെപ്പറേറ്റ് ഒരു ലൈൻ രണ്ടാമത്തെ വീട്ടിലേക്ക് വലിച്ച് ഒക്കെ ആയിരിക്കും ഈ കറണ്ട് കൊടുക്കുന്നത് എന്നൊക്കെ ഒരു ചിന്ത വരും. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഓൺ ഗ്രിഡ് ആണെങ്കിൽ ആദ്യ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ച് അധികം വരുന്നത് KSEBക്ക് കൊടുത്ത് രണ്ടാമത്തെ വീട്ടിലേക്ക് KSEB സാധാരണ പോലെ കൊടുക്കും അല്ലേ? ഇതിപ്പോ തിരുവനന്തപുരത്താണ് ആദ്യ വീട്, രണ്ടാമത്തെ വീട് കോഴിക്കോടാണെങ്കിൽ ഈ വീലിംഗ് നടക്കും അല്ലേ? അപ്പൊ ഈ വീലിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഈ പറഞ്ഞ പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. അത് അന്ന് നമ്മൾ ഇത് സെറ്റ് ചെയ്തപ്പോൾ സാറ് പറഞ്ഞാണ് ഞാൻ ഈ വീലിങ്ങിനെ പറ്റി കേട്ടത്. അതും അറിയാത്തവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. നൈറ്റ് ഫുള്ള് കിട്ടുമോ? അതായത് പ്രൊഡക്ഷൻ പകലാണ്, നൈറ്റ് ഫുള്ള് കിട്ടുമോ? അങ്ങനെ ഡേ നൈറ്റ് എന്ന സെപ്പറേഷൻ ഇല്ല. നമ്മൾ മൊത്തം എത്ര ഉൽപ്പാദിപ്പിച്ചു KSEBക്ക് കൊടുത്തു, നമ്മൾ എത്ര ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഇതിന്റെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഒരു പ്ലാന്റ് എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മൾ എത്ര ഉപയോഗിക്കുന്നു. ഒരു മാസത്തിൽ എൻഡിൽ KSEB വന്ന് ബില്ല് ചെയ്യുമ്പോൾ നമ്മൾ എത്ര ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളത് അവർ പറയും, നമ്മൾ എത്ര ഉപയോഗിച്ചു എന്നുള്ളത് അവർ പറയും. അപ്പൊ അങ്ങോട്ട് ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ അതിന് ബില്ല് ചെയ്യും. നമ്മൾ ഉൽപ്പാദിപ്പിച്ചതിൽ കൂടുതൽ KSEB ഇങ്ങോട്ട് എടുത്തെങ്കിൽ നമ്മൾ അങ്ങോട്ട് KSEB പൈസ കൊടുക്കണം. നമ്മൾ ഉൽപ്പാദിപ്പിച്ചതിൽ കുറവാണ് ഉപയോഗിക്കുന്നതെങ്കിൽ KSEB നമ്മൾ അങ്ങോട്ട് കൊടുത്തതിന്റെ പൈസ KSEB ഇങ്ങോട്ട് തരും. എയർ കണ്ടീഷണർ വർക്ക് ചെയ്യും. ഇനി അങ്ങനെയുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. വീട്ടിലുള്ള എല്ലാ എക്യുപ്മെന്റ്സും സാധാരണ പോലെ വർക്ക് ചെയ്യും. അത് ഒന്നുകൂടെ എടുത്ത് പറയാം, നമ്മൾ എത്ര ലോഡ് ഡിമാൻഡ് ചെയ്തിട്ടുണ്ടോ, KSEB എന്തുമാത്രം കണക്ടിവിറ്റി നമുക്ക് തരുന്നുണ്ടോ, അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ് നമുക്ക് വെക്കാനുള്ള റൈറ്റ് ഉള്ളൂ. അതെന്തുണ്ടോ അതെല്ലാം വർക്ക് ചെയ്യും. വീട്ടിൽ എന്ത് ഉപയോഗങ്ങളും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നോ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ നോക്കുന്നത് പ്രൊഡക്ഷനാണ്. അതെ, മനസ്സിലായി. പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ടോ ഈ ഇതിങ്ങനെ എന്താ പറയുക, ഓരോ വർഷവും മുന്നോട്ട് പോകും? ഇതിനകത്ത് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് ഇത് വാഷ് ചെയ്യുക എന്നുള്ളത്. കമ്പനി പറയുന്നത് മാസത്തിലൊരിക്കൽ വാഷ് ചെയ്യുന്നത് അത്രയും ബെറ്റർ ആയിരിക്കും. പാനൽ അപ്പം മന്ത്ലി വാഷ് ചെയ്താൽ അത്രയും പ്രൊഡക്ഷൻ കൂടും. അതായത് പൊടിയൊക്കെ റോഡ് സൈഡിലൊക്കെ ഉള്ളവരാണെങ്കിൽ പൊടിയൊക്കെ അടിഞ്ഞ് പാനലിന്റെ പ്രൊഡക്ഷൻ കുറയാനുള്ള സാധ്യത. പ്രത്യേകിച്ച് വണ്ടി ഓടുന്ന വലിയ വണ്ടികളൊക്കെ പോകുന്നതാണ്. അപ്പോൾ അത് ഒരു ക്ലൗഡി ആയിട്ടുള്ള സമയത്ത് ഈ പൊടി അതിൽ പിടിക്കാം. അപ്പോൾ അത് വാഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിനകത്ത് നല്ല ഒരു പ്ലാന്റാ വെക്കുന്നുണ്ടെങ്കിൽ സർവീസ് മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും. ക്വാളിറ്റി സാധനങ്ങളാണ് വെക്കുന്നത്. മഴക്കാലത്ത് വീട്ടിലെ മുഴുവൻ ആവശ്യമുള്ള പവർ സോളാറിൽ നിന്ന് കിട്ടുമോ? അത് നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. ഈ പറഞ്ഞ അല്ലേ, മഴക്കാലത്ത് ക്ലൗഡി ഡേ ആണെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാണ്. അപ്പോൾ വീട്ടിലെ ഓരോരുത്തരുടെയും ഉപഭോഗം അനുസരിച്ചിരിക്കും. ചേട്ടാ, ലോ ബഡ്ജറ്റിൽ കിട്ടുമോ? ബെറ്റർ എഫിഷ്യന്റ് ആയിട്ടുള്ളത് കിട്ടാൻ വഴിയുണ്ടോ? ലോ ബഡ്ജറ്റിൽ ബെറ്റർ എഫിഷ്യൻസി കിട്ടണമെന്നില്ല. ലോ ബഡ്ജറ്റ് വരുമ്പോൾ നമ്മളെ മെറ്റീരിയലാണ് ബഡ്ജറ്റ് വരുന്നത്. പാനലിന്റെ ക്വാളിറ്റി ഒക്കെ ഇതിനെ പാനലിന്റെ ക്വാളിറ്റി, അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എല്ലാം അതിനനുസരിച്ച് തരാൻ സപ്ലയർക്ക് പറ്റും. മനസ്സിലായി. വിച്ച് സോളാർ ഈസ് ബെസ്റ്റ്, ഇന്ന സോളാർ ആണ് ബെസ്റ്റ് അങ്ങനെ ഇല്ല. അത് കുറേ ബ്രാൻഡിന്റെ പാനലുകൾ നല്ലതുണ്ട്.
നല്ലതാണ്. എല്ലാവരും നല്ലതാണെന്നാണ് പറയുന്നത്. എല്ലാവരും ചെയ്യുന്നത് എല്ലാവരും നല്ലതെന്നേ പറയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു 2-3 പ്ലാന്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഇന്ന പാനൽ ഇന്ന നല്ല ഓപ്പൺ ഏരിയയിൽ ഇരിക്കുന്നത് 3 നോക്കുക, ഒരേ കണക്കിരിക്കുന്ന 3 നോക്കുക, എന്നിട്ട് ഇതിലാണ് ക്വാളിറ്റി കിട്ടുന്നത്. അത് കസ്റ്റമറുടെ സൈഡിൽ നിന്ന് നോക്കാം. നമുക്കത് കൂടുതൽ ചെയ്യാൻ പറ്റും. കാര്യം നമ്മൾ ഒരുപാട് എടുത്ത് വെക്കുന്നതായത് ഇന്നടുത്ത് ഇത്ര കിട്ടുന്നുണ്ട്, ഇന്നടുത്ത് ഇത്ര കിട്ടുന്നുണ്ട്, എന്നൊക്കെ നമുക്കറിയാൻ പറ്റുന്നുണ്ട്. ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ KSEB പവർ കട്ടായാൽ, അതായത് കറണ്ട് ഇല്ലെങ്കിൽ നമുക്കും കട്ടാകും ആ സമയത്ത്. അതായത് നമുക്ക് സോളാറിന്റെ പവർ പിന്നെ പോകും അല്ലേ. അതായത് അത് ഓർത്തിരിക്കേണ്ട, അറിയാത്തവരുടെ പേരിൽ പറയുന്നു, നമുക്ക് സോളാർ വെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഓൺ ഗ്രിഡ് ആണെങ്കിൽ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടക്കില്ല. വീട്ടിലോട്ട് കറണ്ട് വന്നില്ലെങ്കിൽ പ്രൊഡക്ഷൻ നടക്കില്ല. ഓൺ ഗ്രിഡ് ആണെങ്കിൽ. ഓഫ് ഗ്രിഡ് ആണെങ്കിൽ പ്രൊഡക്ഷൻ നടക്കും. കറണ്ട് ആണെങ്കിൽ പ്രൊഡക്ഷൻ ഹൈബ്രിഡ് ആണെങ്കിലും പ്രൊഡക്ഷൻ നടക്കും. ഇതിനൊരു സൊല്യൂഷൻ ഹൈബ്രിഡ് ആണെന്നുള്ളത്. അതായത് വീട്ടിൽ ഒരുപാട് പ്രാവശ്യം ഇല്ലേ നിത്യേന കറണ്ട് പോയി ഒരുപാട് അങ്ങനെ കറണ്ട് പോയി കിടക്കുന്നിടത്തൊക്കെ ആണെങ്കിൽ ഓഫ് ഗ്രിഡ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓഫ് ഗ്രിഡും അല്ലെങ്കിൽ ഹൈബ്രിഡും. അതിനകത്ത് ഈ ഓൺ ഗ്രിഡിൽ ഞാൻ കേട്ട ഒരു എൻ്റെ പരിമിതമായ അറിവ് ഷെയർ ചെയ്യാം. ഓൺ ഗ്രിഡിൽ പിന്നെ കറണ്ട് പോകുമ്പം നമ്മുടെ സോളാറിലെ ഇതും കട്ട് ചെയ്യുന്നതിൻ്റെ കാരണം ചിലപ്പോൾ ലൈനിൽ പണി നടക്കും. നമ്മുടെ സോളാറിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ഷൻ അങ്ങോട്ട് ലൈനിൽ ചെല്ലുമ്പോൾ അത് മറ്റൊരാൾക്ക് അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് ഓഫ് ചെയ്യുന്നത് കേട്ടത്. അങ്ങനെയാണ് വേൾഡിൽ അത് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് പോകുമ്പോൾ സോളാർ ഈ പറഞ്ഞ ഓൺ ഗ്രിഡ് ആണെങ്കിൽ പ്രൊഡക്ഷൻ നടക്കില്ല. അപ്പോൾ അതിന് ചോദിച്ചിരിക്കുന്നത്, ഈ കറണ്ട് ഇല്ലാത്ത സമയത്ത് സോളാറിന്റെ പവർ ചേഞ്ച് ചെയ്ത് ഡയറക്റ്റ് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാവുന്ന രീതിക്ക് ചേഞ്ച് ഓവർ സ്വിച്ച് വെച്ച് ചെയ്യാൻ പറ്റുമോ? അത് പോസിബിൾ അല്ല. അതിന് ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓഫ് ഗ്രിഡ് തന്നെ. അത് ഓഫ് ഗ്രിഡിലോട്ട് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, ഓൺ ഗ്രിഡ് ആവത്തില്ല. ഓക്കെ, ഒരു റൂമിൽ വേണ്ടി മാത്രം സോളാർ സെറ്റ് ആക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അതിന് എന്ത് കോസ്റ്റ് ആവും? ഒരു റൂമിന് വേണ്ടി മാത്രം, ഒരു റൂമിലുള്ള ലൈറ്റുകളൊക്കെ മാത്രം കത്തുന്ന വരിക, അതായത് ഈ ഒരു ഇൻവെർട്ടർ സിസ്റ്റം പോലെയാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. ചെറിയ UPS സിസ്റ്റം. അതിന് കറണ്ട് ഇല്ലാത്ത സൈറ്റ് ആണോ എന്തുവാണോ ഉദ്ദേശിക്കുന്നത്? അത് കൂടുതൽ കണ്ടീഷൻസ് പറയുന്നില്ല. അങ്ങനെയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ സാറിന്റെ നമ്പർ കൊടുക്കാം, സാറിനെ അവർ കോൺടാക്ട് ചെയ്യട്ടെ. ബുദ്ധിമുട്ടില്ലല്ലോ, പറഞ്ഞു കൊടുക്കുമല്ലോ കാര്യങ്ങൾ. തീർച്ചയായിട്ടും. എത്ര ദിവസം കൂടുമ്പോൾ പാനൽ ക്ലീൻ ചെയ്യണം? നമ്മൾ പറഞ്ഞാണ് മാസത്തിൽ ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ അല്ലെങ്കിൽ 6 മാസം വരെയൊക്കെ ഓക്കെ അല്ലേ? 3 മാസം. ഓക്കെ, അത് ഈ കണ്ടീഷൻ പൊടി റോഡ് സൈഡൊക്കെ ആണെങ്കിൽ ഇല്ലേ ഫ്രീക്വന്റ് ആയിട്ട് ക്ലീൻ ചെയ്യണം. എല്ലാ മാസം ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കൽ മിനിമം ചെയ്തിരിക്കും. KSEBയുടെ താരിഫ് മാറി ഫ്യൂച്ചറിൽ പണി തരുമോ? അതായത് ഇപ്പം സോളാർ ഉപയോഗിക്കുന്നവർക്ക് സെപ്പറേറ്റ് ഒരു താരിഫ് റേറ്റ് കൂട്ടുക, സോളാർ വെച്ചവരെ ബുദ്ധിമുട്ടി അങ്ങനെയൊക്കെ. പണ്ടത്തെ കണക്ക് അത്ര ഈസി അല്ല കാര്യങ്ങൾ. കാരണം ഇതിപ്പം പബ്ലിക്കിനെ കൂടെ കേട്ടിട്ടാണ് കൂടുതലും തീരുമാനങ്ങൾ KSEB എടുക്കുന്നത്. പബ്ലിക് ഹിയറിംഗ് ഒക്കെ നടക്കുന്നു. യെസ് ഓർ നോ പറയാൻ ഞാനും അതോറിറ്റി അല്ല. പക്ഷേ KSEB-കാരോട് പറയുക. പക്ഷെ അത് പണ്ടത്തെ കണക്ക് അത്ര ഈസി ആയിട്ട് ഒരു ഓൺ സൈഡ് ഒരു തീരുമാനം ഇപ്പൊ എടുക്കുന്നില്ല KSEB. വാർത്തകളിൽ ഞാൻ കേട്ടൊരു കാര്യമുണ്ട്. അതായത് സോളാർ പ്രൊഡക്ഷൻ പകലാണ്. സോളാർ വെച്ച ആളെല്ലാം വീടുകളിൽ പ്രൊഡക്ഷൻ നടക്കുന്നത് പകലാണ്. പക്ഷേ എല്ലാവരും ഈ സോളാർ വെച്ച ആൾ പോലും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നത് പീക്ക് അവേഴ്സ് എന്ന് പറയുന്ന രാത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അതൊരു കാര്യം ശരിയാണ്. ഏറ്റവും കൂടുതൽ പീക്ക് അവറിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, വണ്ടി ചാർജ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പക്ഷെ അതും കസ്റ്റമറും കൂടെ ഒന്ന് മാനേജ് ചെയ്താൽ കുറേയൊക്കെ ഒഴിവാക്കാം. KSEB അങ്ങനെ പറയുന്നുണ്ട്. ഈ ചാർജിങ് ഒരു 10 മണി കഴിഞ്ഞിട്ട് ചാർജ് ചെയ്യുക, ചാർജിങ്ങിന് ഇടുക. അല്ലാതെ പോയി 6 മണിക്ക് കൊണ്ടുവന്ന് കുത്തി ചാർജ് പീക്ക് അവറിൽ EV-കളൊക്കെ ചാർജ് ചെയ്യും. EV-കൾ ഇപ്പോൾ കൂടി വരുവാണ്. ഏറ്റവും കൂടുതൽ ചാർജിങ് ചെയ്യുന്ന സമയം രാത്രിയാണ്. അപ്പോൾ അങ്ങനെയുള്ളത് ഒഴിവാക്കുക, പകൽ ചാർജ് ചെയ്യാനുള്ള ഇതുണ്ടാക്കുക. KSEB ആയിട്ടും കൂടുതൽ സഹകരിക്കുക. അവർക്കും ഒരുപാട് ബലം വരാത്ത രീതിയിൽ ഉള്ള കാര്യങ്ങൾ ചെയ്യുക. സോളാർ കസ്റ്റമർ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കേരളത്തിന് ആവശ്യമുള്ള കറണ്ട് കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നില്ല, പുറത്തുനിന്ന് അമിതമായ റേറ്റ് മേടിക്കുന്നു. അപ്പോൾ ഓരോരുത്തരും സ്വന്തം കാലിൽ നിൽക്കുന്ന രീതിയിൽ വീട്ടിൽ തന്നെ സോളാർ വെച്ച് സ്വന്തം ഉൽപ്പാദനത്തിന് സ്വന്തം ആവശ്യത്തിന് സോളാർ ഉൽപ്പാദിപ്പിക്കുമ്പോൾ, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ അവരെ പരമാവധി ദ്രോഹിക്കാത്ത നടപടിയിലൂടെ പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പം പബ്ലിക് ഹിയറിംഗിൽ കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അത് KSEB കേൾക്കുന്നുണ്ട്. നമ്മൾ സോളാർ വെക്കുമ്പോൾ KSEB ആയി ലിങ്ക് ചെയ്താൽ പിന്നെ നമുക്ക് അവരുടെ പെർമിഷൻ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് ശരിയാണോ? അതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയി പറയണം. നിങ്ങളുടെ അഭിപ്രായത്തിൽ KSEB-യുമായി ലിങ്ക് ചെയ്യുന്നതാണോ, ദാറ്റ് മീൻസ് ഓൺ ഗ്രിഡ് ആണോ നല്ലത്, അതോ പ്രൈവറ്റ് ആയി അതായത് ഓഫ് ഗ്രിഡ് വെക്കുന്നതാണോ നല്ലത്? അങ്ങനെ ഉണ്ടോ? നമ്മൾ ഈ KSEB-ആയിട്ട് ഓൺ ഗ്രിഡ് ലിങ്ക് ചെയ്യുന്നുണ്ട്, പിന്നെ അവർ പറയുന്ന കണക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? അങ്ങനെയൊന്നുമില്ല. പ്ലാന്റ് ഓഫ് ചെയ്യും, സോളാർ ഓഫ് വേണ്ട, നമ്മൾ KSEB-യുടെ കറണ്ട് മാത്രം ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കുക. എന്റെ എക്സ്പീരിയൻസോട് പറയാം, നമ്മൾ KSEB-ആയിട്ട് ലിങ്ക് ചെയ്ത് കാര്യങ്ങൾ ചെയ്തപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ വളരെ സപ്പോർട്ടീവ് ആണ്. സീരിയസ്ലി എഞ്ചിനീയർ വന്ന് സൈറ്റ് വിസിറ്റ് ഒക്കെ ചെയ്തിട്ടാണ്
എല്ലാം പെർമിഷൻ എല്ലാം വളരെ ഒരു നെഗറ്റീവ് അതിനകത്തൊന്നും ഫീൽ ചെയ്തില്ല. അതുപോലെ KCB ആയിട്ട് ലിങ്ക് ചെയ്യുന്നതാണോ നല്ലത് അതോ പ്രൈവറ്റായി വെക്കുന്നതാണോ നല്ലത്, അത് നമ്മൾ പറഞ്ഞാണ് ഓൺ ഗ്രിഡ് ആണോ ഓഫ് ഗ്രിഡ് ആണോ നല്ലത് എന്നുള്ള ഭാഗം കേട്ടാൽ ആ ചോദ്യത്തിന് ഉത്തരവാകും. ഒന്നുകൂടെ പറയാം, ഓഫ് ഗ്രിഡ് KCB ആയിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ഓൺ ഗ്രിഡ് ചെയ്യണം KCB ആയിട്ട് അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് അവരുടെ നിർദ്ദേശങ്ങളുടെ അവർക്കുള്ള റെഗുലേഷൻസ് പാലിച്ച് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഓൺ ഗ്രിഡിനേക്കാളും ചെലവ് കൂടുതലായിരിക്കും ഓഫ് ഗ്രിഡ് അല്ലേ? അതെ, അല്ലേ, കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും, ബാറ്ററി മെയിൻ്റനൻസും കൂടുതലായിരിക്കും. ഓക്കെ, റെന്റഡ് ഹൗസിൽ സോളാർ വെക്കാൻ പറ്റും, പക്ഷേ അതിന്റെ ഓണർ ആരാണോ അദ്ദേഹത്തിന്റെ പേരിലേ വെക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ പെർമിഷൻ വേണം അല്ലേ? അതെ, അദ്ദേഹം അനുവദിച്ചാൽ മാത്രം ചെയ്യാം. അപ്പോൾ അത് ഓണറിന്റെ നിലപാടുകളെ ആശ്രയിച്ചിരിക്കും അതിൽ അല്ലേ. ഇടി മിന്നൽ എന്നീ സമയങ്ങളിൽ വീട്ടിൽ കറണ്ട് പോക്കും സോളാർ വെച്ചാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അതായത് ഇടി മിന്നലൊക്കെ വെട്ടുമ്പോൾ വീട്ടിൽ കറണ്ട് പോകും, കറണ്ട് പോകുമ്പോൾ സോളാർ വെച്ചാൽ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. ഓഫ് ഗ്രിഡ് വെച്ചാൽ കുറേയേറെ സോൾവ് ചെയ്യാം. അപ്പോൾ ഇവർ ഈ ചോദിച്ചാൽ ഒരു ഇൻവെർട്ടർ ലൈക്ക് വീട്ടിൽ കറണ്ട് ഇല്ലാത്തപ്പോൾ സോളാർ വെച്ചാൽ ഉപയോഗിക്കുന്നതാണ് ഇവരുടെ ഈ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ കാമ്പെന്ന് തോന്നുന്നു. അത് ഓഫ് ഗ്രിഡ് തന്നെ വേണം. ഓഫ് ഗ്രിഡ് തന്നെ വേണം. ഓക്കെ, സോളാർ ബാക്കി എനർജി എങ്ങനെ സെയിൽ ചെയ്യാം? ഇത് നമ്മൾ പറഞ്ഞതാണ്. ഓൺ ഗ്രിഡിൽ KCBക്ക് കൊടുത്തിട്ട് അതിന്റെ പൈസ വർഷത്തിൽ നമുക്ക് തരും. നമ്മൾ മൊത്തം എത്ര അങ്ങോട്ട് കൊടുത്തു, നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ട് എത്ര കൊടുത്തു എന്നുള്ളതിന്റെ പൈസ വർഷത്തിൽ നമുക്ക് തിരിച്ച് KCB നൽകും. എല്ലാവരും KCBയുടെ പണിയെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. സോളാർ വെച്ചാൽ KCB പണി തരുമെന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? കറണ്ട് ബാക്കി വന്നാൽ KCB കൊടുക്കാൻ പറ്റുമോ? അതൊക്കെ നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. ഉണ്ടെങ്കിൽ അതെങ്ങനെ? മഴക്കാലത്ത് കറണ്ട് കിട്ടാൻ എന്ത് ചെയ്യും? മഴക്കാലത്ത്, അതായത് ആ സമയത്ത് വെയിൽ കുറവായതുകൊണ്ട് 1000 രൂപ മുതൽ 2000 വരെ ബില്ല് വരുന്നവർക്ക് ഇത് വെച്ചാൽ ലാഭം ഉണ്ടാവും. ഒരു വീട്ടിൽ വെച്ചാൽ തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് നൽകാൻ പറ്റും. ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ് വീലിംഗ്. പക്ഷേ ആ 2 വീടും ഒരാളുടെ പേരിൽ തന്നെ ആയിരിക്കണം ഇപ്പൊ അങ്ങനെയാണ് പറയുന്നത് നിലവിൽ. ചിലപ്പോൾ ഇതൊക്കെ KCB ഇത്തരം നിയമങ്ങൾ ചിലപ്പോൾ മാറ്റാം. കൂടുതൽ സോളാർ ആളുകൾ പ്രൈവറ്റ് ആയിട്ട് ഒരാൾക്ക് വേറൊരാൾക്ക് നമുക്ക് ചൂസ് ചെയ്യുന്ന ഒരാൾക്ക് കൊടുക്കാവുന്ന രീതിയിലേക്ക് വേണമെങ്കിൽ വരാം. അതെ, നിലവിൽ ഈ വീൽ ചെയ്യപ്പെടുന്ന ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് കൊടുക്കുമ്പോൾ 2 വീടും ഒരാളുടെ പേരിലായിരിക്കണം അല്ലേ? അതുകൂടെ ഒന്ന് മാറ്റിങ് കൊള്ളാമെന്നൊരു അഭിപ്രായമുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് സഹോദരങ്ങൾ ഒരാളുടെ വീട്ടിൽ നിന്ന് മറ്റൊരാൾക്ക് വീൽ ചെയ്യാൻ ചിലപ്പം ഒരാളുടെ പേര് തന്നെ ആവണമെന്നില്ല മറ്റേ വീട്. അങ്ങനെയൊക്കെയുള്ള കുറച്ചുകൂടെ ഒരു ഇളവുകൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിക്കുമ്പോൾ ഇതിന് സബ്സിഡി കിട്ടുമോ, ഇതൊക്കെയാണ് വീണ്ടും ചോദിക്കുന്നത്. അതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. സോളാർ സെറ്റ് വീട്ടിൽ വയ്ക്കുമ്പോൾ അഡീഷണൽ മീറ്റർ വെക്കണം. അതിന് സോളാറിന് 2 മീറ്റർ ഓൾറെഡി ഈ സിസ്റ്റത്തിന് വേണ്ടി വരും. ഒന്ന് സോളാർ പ്രൊഡക്ഷൻ ചെയ്യുന്ന സോളാർ മീറ്റർ എന്ന് പറയും. സോളാറിൽ നിന്ന് എത്ര പ്രൊഡ്യൂസ് ചെയ്തെന്ന് അറിയാം. 2 മീറ്ററാണ് ഓൾറെഡി നമുക്ക് വേണ്ടത്, നിർബന്ധമായിട്ടും വേണം. ഒന്ന് നെറ്റ് മീറ്റർ എന്ന് പറയും, അതും വേണം. അതായത് സോളാറിൽ നിന്ന് എന്തുമാത്രം കറണ്ട് പുറത്തോട്ട് പോയിട്ടുണ്ടെന്നും KCBക്ക് പോയിട്ടുണ്ടെന്നും തിരിച്ച് നമ്മൾ KCB നിന്ന് എന്തുമാത്രം വൈദ്യുതി എടുത്തിട്ടുണ്ടെന്നും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സോളാർ വെക്കുമ്പോൾ വീട്ടിലിരിക്കുന്ന മീറ്റർ മാറ്റി പുതിയ 2 മീറ്റർ വെക്കേണ്ടി വരും. ശരി അല്ലേ? അതെ, കറക്റ്റ്. നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ ചോദ്യങ്ങളായിട്ട് വരുന്നത് ഒഴിവാക്കുന്നുണ്ട്, റിപ്പറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടി. അല്ലാതുള്ള കാര്യങ്ങൾ പറയാം. 3 കിലോവാട്ട് വെച്ച് സെറ്റ് ചെയ്യുന്ന സോളാർ പാനൽ ഓക്കെ, കുറച്ച് നാൾ കഴിയുമ്പോൾ കപ്പാസിറ്റി കൂട്ടണമെങ്കിൽ നമുക്ക് 5 കിലോവാട്ടിലേക്ക് വെക്കേണ്ടി വരുമെന്ന് കേട്ടിരിക്കുന്നു. അതിനാൽ വെക്കുമ്പോൾ YKV വെച്ച് സെറ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു കേൾക്കുന്നു. അപ്പോൾ 3 കിലോവാട്ട് 5 കിലോവാട്ട് നമ്മളെ വ്യത്യാസം പാനൽ കൂട്ടാതെ എത്രയാകുമെന്ന് പറഞ്ഞാൽ നിന്നത്. അതായത് സിമ്പിൾ എനിക്ക് മനസ്സിലായത് 3 കിലോവാട്ട് വെച്ച് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ 5 കിലോവാട്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതിന് 3 കിലോവാട്ടിന് നമ്മളിപ്പോൾ പെർമിഷൻ മേടിക്കുന്നു. ആദ്യം KCB നമ്മൾ 3 കിലോവാട്ടാണ് വെക്കുന്നതെങ്കിൽ 3 കിലോവാട്ടിന്റെ പെർമിഷൻ മേടിക്കുന്നു. എന്നിട്ട് 3 കിലോവാട്ട് വെച്ചു നമ്മൾ അവിടെ പേപ്പർ കൊടുത്തു, അവരത് വന്ന് ഇൻസ്പെക്ട് ചെയ്തു, അവർ കമ്മീഷൻ ചെയ്തു തരും. അതിന് 5 കിലോവാട്ട് ആക്കണമെങ്കിൽ വീണ്ടും അതേ കണക്ക് ഈ 5 കിലോവാട്ടിന് വീണ്ടും അഡീഷണൽ ആയിട്ടുള്ള ഇതിന് വേണ്ടി നമ്മൾ അവിടുന്ന് പെർമിഷൻ വാങ്ങിച്ചു. അതിന് അനുയോജ്യമായ പാനലുകളും ഇൻവെർട്ടറുകളും വെച്ച് ഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും അവിടെ പേപ്പർ സബ്മിറ്റ് ചെയ്തു. അവർ അത് കമ്മീഷൻ ചെയ്ത് തരുമ്പോഴാണ് കറക്റ്റ് ആവുന്നത് പ്രൊസീജിയർ വൈസ്. മനസ്സിലായി. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയട്ടെ. 3 കിലോവാട്ട് വെച്ച് ആ പെർമിഷൻ KCBയുടെ പെർമിഷൻ വെച്ചുകൊണ്ട് നമുക്ക് തന്നെ വീണ്ടും 2 കിലോവാട്ടോടെ ആഡ് ചെയ്ത് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ വീണ്ടും KCBയുടെ പെർമിഷനെല്ലാം എടുത്ത് ഒന്നേന്ന് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ ചെയ്യണം. പക്ഷേ ആദ്യം വെച്ച 3 കിലോവാട്ടിന്റെ പാനലുകൾ യൂസ് ചെയ്യാം. 2 രീതിയിൽ ചെയ്യാം. ഇനിയിപ്പം 3 കിലോവാട്ട് വെച്ച ഒരാൾ നമ്മൾ ആ പ്ലാന്റ് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഒരു 5 വെക്കാൻ പോകുന്ന ഒരാൾ ഒരു 3 കിലോവാട്ടോടെ ആഡ് ചെയ്താൽ ഇതൊന്നും അതിൽ തൊടാതെ തന്നെ വേറൊരു സിസ്റ്റം കൂടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. രണ്ടാമതൊരു സിസ്റ്റം പോലെ ചെയ്യാം. അപ്പം ആ ഇൻവെർട്ടറും ആ സിസ്റ്റവും നമ്മൾ അതിനകത്ത് അതിന്റെ വാറണ്ടിയിലോ ഇൻസ്റ്റലേഷനിലോ മുമ്പ് ചെയ്ത ആളുടെ വാറണ്ടി ഒന്നും നഷ്ടപ്പെടാതെ തന്നെ അതവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ 3 കിലോവാട്ട് വേണമെങ്കിൽ അഡീഷണൽ ചെയ്യാം, അല്ലെങ്കിൽ 2 കിലോവാട്ട് അഡീഷണൽ ചെയ്യാം. 2 എൻറ്റിറ്റി ആയിട്ട് അല്ലേ? അപ്ഗ്രേഡ് ചെയ്യുന്നത് എൻറ്റിറ്റി ആയിട്ട് 2 യൂണിറ്റ് ആയിട്ട് ചെയ്യാം. ക്ലിയർ. 2 വീട്ടുകാർ ചേർന്ന് സോളാർ വെച്ചാൽ അതിൽ നിന്നുള്ള കറണ്ട് ഈ 2 വീട്ടുകാർക്ക് ഉപയോഗിക്കാനായി നിയമ തടസ്സം വല്ലതും ഉണ്ട്. അതായത് അപ്പുറം ഇപ്പുറം ഉള്ള 2 വീട്ടുകാരാണ്, സഹോദരങ്ങളായിട്ട് കരുതുക. ഒരാൾക്ക് 3 കിലോവാട്ട് വയ്ക്കാനുള്ള സാമ്പത്തികമില്ല. 2 പേരും കൂടെ ചേർന്നിട്ട് 3 കിലോവാട്ട് 2 പേരും സാമ്പത്തികം ഷെയർ ചെയ്തുകൊണ്ട് വെച്ചു 2 വീട്ടിൽ ഉപയോഗിക്കാവും. വീലിംഗ് അല്ലേ അപ്പോൾ അതിനകത്ത് നടക്കുന്ന? വീലിംഗേ നടക്കൂ. ഒരാളുടെ പേരിൽ വെക്കുക, മറ്റേ ആളിനും സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഉടമസ്ഥനായിരിക്കണം. വീട് 2 ഒരാളുടെ പേരിലായിരിക്കണം നിലവിലെ കണ്ടീഷൻ അനുസരിച്ച്. വീട്
എന്ന് പറയുന്ന കണക്ഷൻസ്. രണ്ട് കണക്ഷൻ, രണ്ട് KCB കണക്ഷൻ ഒരാളുടെ പേരിലായിരിക്കും. സ്ഥലം ഇടുക്കിയാണ്. ഇവിടുത്തെ കാലാവസ്ഥ അനുകൂലമായിരിക്കുമോ സോളാർ വെക്കാൻ? അതൊരു വാലിഡ് പോയിന്റ് ആണ്. അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ പല ജില്ലകളിലും പല ക്ലൈമറ്റാണ്. വയനാട്, ഇടുക്കി പോലുള്ള അധികം എല്ലാ ദിവസവും ക്ലൗഡി ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ തണുപ്പ് കൂടുതലൊക്കെ അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ സോളാർ വയബിൾ ആണ്. സോളാർ വയബിൾ ആവും, പക്ഷേ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു പ്ലാന്റ് ആയിരിക്കണം. അത് പ്ലാൻ ചെയ്യുന്നതിലാണ്. ഒരു പ്ലാൻ ചെയ്യുന്നത് നമ്മൾ അവിടുത്തെ ആ ഏരിയയിലെ ക്ലൈമറ്റ് എങ്ങനെയാണ് അത് നോക്കിയിട്ട് ഒരു ദിവസം 5 കിലോവാട്ട് പ്ലാന്റ് ചെയ്താൽ ഇത്ര യൂണിറ്റ് കിട്ടും ഉണ്ട്. അത് നമ്മൾ അടുത്തൊക്കെയുള്ള പ്ലാന്റുകൾ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഒരു എക്സാമ്പിൾ, ഒരു 25 കിട്ടേണ്ടടുത്ത് നമുക്കൊരു 15 അല്ലെങ്കിൽ 20 താഴെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഒരു 6-ന്റെ 7-ന്റെതിലോട്ടോ നമ്മളതിൽ ഇനിഷ്യലി പാനലും ഇൻവെർട്ടറും അതിന് അനുയോജ്യമായിട്ട് വെക്കണം. നമുക്ക് എന്തുമാത്രം ആവശ്യം വരുന്നു അതിനേക്കാളും കുറച്ച് കൂടുതൽ വെച്ചെങ്കിൽ മാത്രമേ അത്രയും പ്രൊഡക്ഷൻ കിട്ടും, നമുക്ക് കിട്ടും. അപ്പോഴേ ആ ചോദ്യത്തിന്റെ കാമ്പിലേക്ക് വന്നാൽ, ഇപ്പം സാധാരണ ജില്ലകളിൽ അത്രയും പ്രൊഡക്ഷൻ എന്തായാലും വയനാട്, ഇടുക്കി പോലുള്ള തണുപ്പുള്ള അധികം ക്ലൗഡി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കുറവായിരിക്കും. ഓക്കെ, അതാണ് പുള്ളി ഉദ്ദേശിച്ചത്. അതിന് നമ്മൾ പ്ലാന്റ് ഡിസൈൻ ചെയ്യുക, എങ്ങനെ വേണം ചെയ്യുക. ഇതിന്റെ പാനൽ ഏത് ദിശയിലേക്കാണ് ചരിച്ചു വെക്കേണ്ടത്? ഇന്ന ഡയറക്ഷനിലേക്ക് ചരിച്ചു വെക്കും, സൗത്തിലോട്ടാണ്. അത് കാരണം എപ്പോഴും സണ്ണ് ആ ഒരു ഡയറക്ഷനിലൂടെ പോകുന്നത് കൂടുതൽ കാലം അല്ലേ? മൈക്രോ ഹൈബ്രിഡ് ഇൻവെർട്ടർ എന്നാൽ എന്താണ്? മൈക്രോ ഇൻവെർട്ടർ എന്ന് പറയാം. മൈക്രോ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഇൻവെർട്ടറുകളുടെ ഒരു കൂട്ടമാണ് ഒരു വലിയ പ്ലാന്റ് ഉണ്ടാക്കുന്നത്. അതായത് ഒരു സിംഗിൾ യൂണിറ്റ് ആണ്. ഓരോ പാനലിന്റെ ഇടയിൽ ഓരോ ഇൻവെർട്ടർ, ഓരോ പാനലിന് ഓരോ ഇൻവെർട്ടർ. അത് ചില കമ്പനിക്കാർ 2-3 പാനലിന് വേണ്ടി ഒരു ഇൻവെർട്ടർ അങ്ങനെ വെക്കുന്നു. കോസ്റ്റ് കുറയ്ക്കാൻ. രണ്ട് രീതിയിലാണ് പറയുന്നത്. മൈക്രോ ഇൻവെർട്ടറും സ്ട്രിംഗ് ഇൻവെർട്ടർ എന്ന് പറയും. സ്ട്രിംഗ് ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പാനലുകളുടെ ഒരു ഇൻവെർട്ടറിലോട്ട് കണക്ട് ചെയ്യും. ഇത് ഓരോ പാനലിനെ ഓരോരോ ഇൻവെർട്ടറിലോട്ട് കണക്ട് ചെയ്യും. മനസ്സിലായ കാര്യം ഞാൻ പറയട്ടെ. അപ്പോൾ ഓരോ പാനലുകളും ഓരോ യൂണിറ്റ് ആയിട്ട് അങ്ങ് വർക്ക് ചെയ്യും. ഏതെങ്കിലും ഒരു പാനലിന് കംപ്ലൈന്റ് വന്നാലും മൊത്തം പ്രൊഡക്ഷനെ അത് ബാധിക്കാതെ ബാക്കി പാനലുകൾ വർക്ക് ചെയ്യും. സ്ട്രിംഗ് ഇൻവെർട്ടർ ആണെങ്കിൽ ഏതെങ്കിലും ഒരു പാനൽ ഇടയ്ക്ക് കംപ്ലൈന്റ് ആയാലും മൊത്തം പ്രൊഡക്ഷനെ അത് ബാധിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. അതുപോലെ ഈ സോളാർ പ്ലാന്റ് വെക്കാൻ ₹1 പോലും നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുക്കാതെ സോളാർ പ്ലാന്റ് വെക്കാന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഐ മീൻ ലോൺ. ഓക്കെ, എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? അതായത് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ സോളാർ പ്ലാന്റ് വെക്കുന്നവർക്ക് വേണ്ടി സൂര്യഘർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതിയാണ്, ഒരു വിഷനാണ്. അപ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് എല്ലാ വെക്കുന്നവർക്കും സോളാർ വെക്കുന്നവർക്കെല്ലാം ലോൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നാഷണലൈസ്ഡ് ബാങ്കുകൾ വഴി. അതിന് 3 കിലോവാട്ടിന് 2 ലക്ഷം രൂപ വരെയും 3 കിലോവാട്ടിന് മേളിലോട്ട് 10 ലക്ഷം രൂപ വരെയും ലോൺ തരുന്നുണ്ട്. 5 കിലോവാട്ടിനാണെങ്കിൽ നമുക്ക് എത്ര ഫുൾ എമൗണ്ട് കിട്ടും? ഫുൾ എമൗണ്ട് അല്ല, നമ്മൾ കസ്റ്റമർ ഒരു എമൗണ്ട് അതിന്റെ ഒരു 20%. അപ്പോൾ ഞാൻ പറഞ്ഞ പോക്കറ്റിൽ നിന്ന് ₹1 പോലും ചെലവാക്കാതെ എന്നുള്ളത് ചെറിയ മിസ്റ്റേക്ക്. അത് വേറൊരു കാൽക്കുലേഷൻ പറയുന്നതാണ്. അതൊരു ഒരു ബിസിനസ് തന്ത്രമാണ്. അതിനകത്ത് ചെറിയൊരു, അതായത് ഇപ്പം 3 കിലോവാട്ട് വയ്ക്കുകയാണെങ്കിൽ 2.25 ലക്ഷം ആവും നമ്മൾ ആദ്യമേ പറഞ്ഞു. അതിൽ 2 ലോൺ കിട്ടും, 25,000 കസ്റ്റമർ എടുക്കുക. അത് പിന്നെ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചിലർ ചെയ്യാറുണ്ട്. അതിന് നമ്മൾ പറയുന്നത് ശരിയല്ല. ഓക്കെ, ആ 25,000 കയ്യിൽ നിന്ന് എടുക്കുന്നെങ്കിൽ 78,000 ആയിട്ട് നമ്മുടെ ബാങ്കിൽ തിരിച്ചു വരും. തിരിച്ചു ഓർക്കണം. ചുരുക്കി പറഞ്ഞാൽ അല്ലേ, ഒരു 3 കിലോവാട്ടിന്റെ പ്ലാന്റ് സെറ്റ് ചെയ്യുന്ന ആൾക്ക് ലോൺ എടുത്താൽ 2.25 ലക്ഷം രൂപ ചിലവാകും അല്ലേ? 25,000 നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, 2 ലക്ഷം ലോൺ കിട്ടും, 78,000 പിന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഇതിനെന്തെങ്കിലും ഈട് നൽകേണ്ടതുണ്ടോ? ഇങ്ങനെ ഇപ്പം ഗവൺമെന്റ് ഒരു ഈടും ആവശ്യപ്പെടുന്നില്ല ഇതിനു വേണ്ടി സോളാറിൽ. അത് എല്ലാവരും അവരവരുടെ പേരിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ വീടും അവരവരുടെ പേരിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ഈ വെക്കുന്ന സോളാർ പ്ലാന്റ് തന്നെയാണ് ഈടെന്ന് തോന്നുന്നു അല്ലേ? അതെ, വേറെ പ്രത്യേകിച്ച് ഈടൊന്നും ഗവൺമെന്റ് പറയുന്നില്ല, ബാങ്കുകാരും ചോദിക്കുന്നില്ല. സിവിൽ സ്കോർ ഒക്കെ നോക്കും. ഓക്കെ. അപ്പോൾ അതുകൊണ്ടുള്ളൊരു നേട്ടം എന്ന് പറയുന്നത്, നമ്മൾ സോളാർ പ്ലാന്റ് ഈ പറഞ്ഞ പോലെ ലോൺ പ്രകാരം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ KCBക്ക് അടയ്ക്കുന്ന ബില്ല് കൂടുതൽ എമൗണ്ട് ആണെങ്കിൽ അത് അടച്ചാൽ മതി EMI-യിൽ. തീർച്ചയായിട്ടും. അതായത് KCB അടയ്ക്കുന്ന മാറ്റി ലോണിലേക്ക് മാറ്റിയ വീട്ടിൽ സോളാറായി. അതെ, ഇപ്പോൾ KCBക്ക് ബില്ല് 6,000 രൂപ അടയ്ക്കുന്ന ഒരാൾ ഒരു 5 കിലോവാട്ട് വെക്കുമ്പോൾ ഈ പൈസ എടുത്തിട്ട് ബാങ്കിൽ അടച്ചാൽ മതി. 1 ലക്ഷത്തിന് EMI കഴിയുമ്പം സോളാർ സ്വന്തമായി പിന്നീടുള്ള ബില്ല് 0 ആയിട്ട് ലാഭകരമായിട്ട് മുന്നോട്ട് പോവുകയും. അതെ, 1 ലക്ഷത്തിന് ബാങ്കിൽ പറയുന്നത് 1,161 രൂപയാണ് 10 കൊല്ലത്തേക്ക് ഒരു EMI ആയിട്ട് വരുന്നത്. 1 ലക്ഷം എടുത്താൽ അപ്പോൾ 3 കിലോവാട്ടാണ് 2 ലക്ഷം കിട്ടും, എടുക്കണം. അപ്പോൾ ഏതാണ്ട് 2 ലക്ഷം എടുക്കുന്നവർക്ക് 2,500 വരുന്നുള്ളൂ. കറണ്ട് ബില്ല് 5,000 2 മാസം കൂടുതൽ വരുന്നവർക്ക് തീർച്ചയായിട്ടും നോക്കാവുന്ന ഒരു സാധനമാണ്. നോക്കാം. ഇതൊന്നും സത്യം പറഞ്ഞാൽ പലർക്കും അറിയത്തില്ല ഇങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ട് എന്നുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് നേരിട്ട് വിളിച്ച് സംസാരിക്കാം. നമുക്ക് ഇതിനകത്ത് പറയാവുന്നത് മാക്സിമം പറയാം. അതെ. അപ്പോൾ
ഏകദേശം ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ നമ്മൾ സോളാർ പ്ലാന്റ് വെക്കുന്നു പറഞ്ഞപ്പം വ്യൂവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത്. അതെല്ലാം ഈ പറഞ്ഞ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുടെ ചോദ്യങ്ങൾ എടുത്തിട്ടില്ല, അല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ ഏകദേശം സോളാർ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ വീഡിയോ കാണുന്നവർക്കെല്ലാം ഏകദേശം ഒരു 60% കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. നമ്മൾ ആ ഭാഗങ്ങളെല്ലാം ടച്ച് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും നിങ്ങൾക്ക് ഈ ഇത്തരത്തിൽ സോളാർ പ്ലാന്റിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റ് വെക്കാൻ താല്പര്യമുണ്ടെങ്കിലോ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ആണല്ലോ വാണിജ്യപരമായിട്ടൊക്കെ വെക്കാൻ താല്പര്യമുണ്ടെങ്കിലോ തുളസി സാറിനെ ബന്ധപ്പെടാം അല്ലേ? ഞാൻ ചോദിക്കട്ടെ, സാറിന് കേരളത്തിൽ ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന കൊല്ലത്തുള്ളവർ മാത്രമായിരിക്കില്ല, കേരളത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവർ കാണാം, ചിലപ്പോൾ പുറത്തൊക്കെ ഇരുന്നവർ കാണാം. കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് എൻക്വയറി വന്നാലും പോയി ചെയ്തു കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും അല്ലേ? അതെ. അപ്പോൾ അതാണ് കാര്യങ്ങൾ. അപ്പം ഒരു കാര്യം കൂടെ പറയാം, കസ്റ്റമറോട് എല്ലാം പറയാനുള്ളത്, എല്ലാവരോടും പറയാനുള്ളത്, നമ്മളൊരു പ്ലാന്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നു, അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ തന്നെ ഒന്നോ രണ്ടോ കാര്യങ്ങളിൽ ചോദ്യം നിർത്താതെ ഏത് പാനൽ, ഏത് ഇൻവെർട്ടർ, ഇത് രണ്ടുമാണ് സാധാരണ എല്ലാ കസ്റ്റമറും ചോദിക്കുന്നത്. നമ്മൾ ഡിസൈനിങ്ങിലേ തുടങ്ങണം. നമ്മളെ വീട്ടിന്റെ മേളിൽ ഇത് വെച്ചാൽ നമുക്കൊരു 7 മണി തൊട്ട് ഒരു 5 മണി വരെയെങ്കിലും വെയിൽ കിട്ടുന്ന ഒരു ഏരിയ ആയിരിക്കണം. ഇല്ലെങ്കിൽ അതിനനുസരിച്ച് അതിനെ കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിലുള്ള പ്ലാന്റ് ആയിരിക്കണം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അവിടെ തൊട്ട് തുടങ്ങുന്നു. നമ്മൾ ഏത് ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിക്കുന്നു, ഏത് പാനൽ ഉപയോഗിക്കുന്നു. റീസെന്റ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പാനലുകളിൽ ഏറ്റവും നല്ലത് ഏതാണ്, നമുക്ക് തന്നെ കുറച്ച് ഇത് കിട്ടും. നമ്മളെ കസ്റ്റമർ അല്ലെങ്കിൽ നമ്മളെ സപ്ലയറുമായിട്ട് സംസാരിച്ച് നമുക്ക് മനസ്സിലാവും. അതൊക്കെ തീരുമാനിക്കേണ്ടത് കസ്റ്റമറാണ്. കുറേ കാര്യങ്ങൾ എടുത്തിയാടി ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് ചെന്നിട്ട് കുറച്ച് പൈസ കുറച്ച് തരുന്നു, ഒരിക്കലും അത് പ്രോഫിറ്റബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കസ്റ്റമർ ഒത്തിരി കാര്യങ്ങൾ അറിയണം, നല്ല ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കണം. നല്ലപോലെ അത് ഇതെല്ലാം കേട്ടിട്ടും പിന്നെയും മണ്ടത്തരം കാണിക്കുന്ന ഒത്തിരി പേരാണ് നമുക്കറിയാം. മിനിമം ഇത് വെക്കുന്ന ആൾ ഇതിനെപ്പറ്റി ഒന്ന് അറിയണം. അറ്റ്ലീസ്റ്റ് ആരെങ്കിലും അറിയാവുന്ന എന്നെ പോലെ, അല്ലെങ്കിൽ ഞാൻ എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നവരോട് സംസാരിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഈ ഒരു വീഡിയോ എങ്കിലും കണ്ടിരിക്കണം സോളാർ പ്ലാന്റ് വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി, ഈ കാഴ്ചക്കാർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ഒരുപാട് നന്ദി. താങ്ക് യു. എല്ലാവർക്കും നന്ദി.